ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ വെറുതെ കളയുന്ന പാൽപ്പാട വെച്ചിട്ടാണ്. വെറും പാൽപ്പാട മാത്രം മതി ഈ ഒരു നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു പാല് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ മുകളിലോട്ടായിട്ട് ഇതേപോലെ പാട കെട്ടിക്കിടക്കും. അപ്പോൾ അത് ഇതേപോലെ പതുക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ പാട ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇതേപോലുള്ളൊരു പാത്രത്തിലോട്ട് എല്ലാ ദിവസവും ഇതേപോലെ പാൽപ്പാട എടുത്ത് വെച്ചിട്ടുള്ള ഒരു പാൽപ്പാടയാണിത്. അപ്പോൾ ഇത് ഏകദേശം ഒരു മാസത്തോളം ഉള്ള ഒരു പാൽപ്പാടയാണ്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ പാൽപ്പാട ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ മിക്സി ജാറിലോട്ട് ഈ ഒരു പാട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സി ജാറിലോട്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് 60 സെക്കൻഡ് ഒന്ന് നിർത്താതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 60 സെക്കൻഡോളം നിർത്താതെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ 60 സെക്കൻഡോളം ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ടോട്ടൽ 1 മിനിറ്റ് എടുത്തിട്ട് നമ്മളെ വെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സി ജാറിൽ നിന്നും ഈ വെണ്ണ ഒന്ന് മാറ്റാം. അപ്പോൾ മുഴുവനായിട്ട് ഈ പാലിൻ്റെ അംശം മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള വെണ്ണയൊന്ന് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലിലും കുറച്ചും കൂടെ വെണ്ണയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലിലുള്ള മുഴുവനായിട്ടുള്ള ബട്ടർ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം വീണ്ടും ഇതേപോലെ കുറച്ചും കൂടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ട് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അതിലോട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കാൻ മീൻസ് ഇതേപോലെ സ്പൂണ് കൊണ്ടൊന്ന് ആക്കിയെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഐസ് വെള്ളം തണുത്ത വെള്ളം ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഐസ് ക്യൂബിൻ്റെ ആവശ്യമില്ല. അതിന് പകരമായിട്ട് തണുത്ത വെള്ളം കൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൽ പാലിൻ്റെ അംശമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബട്ടർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൽപ്പാടയിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ ബട്ടർ വേർതിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നെയ്യാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാനിലോട്ട് മുഴുവനായിട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ ഉരുകി വരും. അപ്പോൾ ഇതിൽ നിന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ അടിഭാഗം ഉണ്ടാവുക. നെയ്യ് തെളിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ അടിയിലോട്ടുള്ള ആ ഒരു തരി പോലത്തെ അത് ഒരു വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ ആ വൈറ്റ് കളറുള്ള ആ ഭാഗം ഒന്ന് ആ ഒരു പാർട്സ് ഒന്ന് ബ്രൗൺ കളർ ആവണം. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഉരുക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ നെയ്യ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നെയ്യല്ല, അതിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന ആ ഒരു പാൽപ്പാടയുടെ ആ ഒരു സംഭവം. അപ്പോൾ നല്ല തരിതരിപ്പോട് കൂടിയിട്ട് തന്നെ അത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിൻ്റെ പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് ഒഴിക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇപ്പം കാണാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ വലിയ അരിപ്പയിലാണ് ഇതിപ്പോൾ അരിച്ചത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ചെറിയ അരിപ്പയിലൂടെ ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. അതേപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ശുദ്ധമായ പശുവിൻ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതേ ഒരു സ്ട്രക്ചറിൽ കിട്ടണമെങ്കിൽ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാ നെയ്യ് ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സ്ട്രക്ചറാണിത്. അപ്പോൾ കറക്റ്റ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു RKGയുടെ ഒരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്